ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഓണം വിഷസ്. എനിക്കറിയാം കുറച്ച് ലേറ്റ് ആയി പോയി എന്ന്, എന്നാലും കിടക്കട്ടെ ഒരു ഓണം വിഷ് നിങ്ങൾക്ക് എല്ലാവർക്കും. ഇന്നലെ അപ്ലോഡ് ചെയ്യണം എന്ന് കരുതിയ വീഡിയോ ആണ് ഇത്. പക്ഷെ ഇന്നലത്തെ തിരക്കും ക്ഷീണവും കാരണം അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ഇത്ര നാളായിട്ടും ഒരു ഓണം ക്രാഫ്റ്റ് പോലും ചെയ്യാത്തതുകൊണ്ട് ഞാൻ കരുതി ഇന്ന് നമുക്ക് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടിഷ്യൂ പേപ്പർ മുല്ലപ്പൂ ഉണ്ടാക്കി കളയാമെന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ മാതിരിയുള്ള പ്രവാസികൾക്ക് ഈ ടിഷ്യൂ പേപ്പർ മുല്ലപ്പൂ എന്ന് പറയുന്നത് വളരെ അടിപൊളി ഓപ്ഷനാണ്. കാരണം ഇവിടെ പലപ്പോഴും ഫെസ്റ്റീവ് സീസൺ സമയങ്ങളിൽ മുല്ലപ്പൂ കിട്ടുമെങ്കിലും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അത്ര ഫ്രഷ് ആയിട്ടുള്ള പൂക്കളായിരിക്കില്ല നമുക്ക് കിട്ടുക. അതുകൊണ്ട് ഞാൻ കുറച്ച് ടിഷ്യൂ പേപ്പറൊക്കെ എടുത്ത് ഈ കാണിച്ചിരിക്കുന്ന മാതിരി കട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിനെ ഒന്ന് റോൾ ചെയ്തെടുത്തു. പിന്നെ മിഡിൽ ഭാഗത്ത് ഗ്രീൻ കളറോട് അടിച്ചു കൊടുത്തപ്പോഴത്തേനും സെറ്റ്. മുല്ലപ്പൂ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് സൂചി നൂലും കൊണ്ട് കോർത്തെടുക്കുക എന്നുള്ള പരിപാടിയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ വീട്ടിൽ എത്ര തിരഞ്ഞു നോക്കിയിട്ടും ഞാൻ സൂചി ഇട്ട് വെക്കുന്ന ബോക്സ് കണ്ടു കിട്ടിയതേ ഇല്ല. ഞങ്ങൾക്ക് പണ്ട് വീട്ടിൽ മുല്ലപ്പൂ കൃഷി ഉണ്ടായിരുന്നു. അമ്മ പഠിപ്പിച്ചു തന്ന ബാലപാഠങ്ങൾ മനസ്സിൽ ഓർത്തുകൊണ്ട് ഒരു നൂലെടുത്ത് മുല്ലപ്പൂ കെട്ടാൻ തുടങ്ങി. കെട്ടിക്കഴിഞ്ഞപ്പോഴല്ലേ നമ്മുടെ ഒറിജിനൽ മുല്ലപ്പൂവിനേക്കാളും നല്ല അടിപൊളിയായിട്ടുള്ള ഫേക്ക് മുല്ലപ്പൂ ഇവിടെ റെഡിയായി. ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലെ ഏറ്റവും ബെസ്റ്റ് മുടിയുള്ള ഫ്രണ്ടിനോട് ഞാൻ ഉണ്ടാക്കിയ ഫേക്ക് മുല്ലപ്പൂയുടെ മോഡലായി നിൽക്കാൻ പറഞ്ഞ കാഴ്ചയാണ് ഇത്. ഇതൊരു കമ്പാരിസൺ ആണ്. വൈകുന്നേരം ആകുമ്പോഴത്തേനും നമ്മൾ ഉണ്ടാക്കിയ മുല്ലപ്പൂവിന്റെയും ഒറിജിനൽ മുല്ലപ്പൂവിന്റെയും അവസ്ഥ എന്താന്നുള്ളത് നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായി എന്നുള്ളത് കമന്റിലൂടെ പറയാൻ മറക്കണ്ട. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്കും സബ്സ്ക്രിപ്ഷനും പോന്നോട്ടെ.